വെൽക്കം ബാക്ക്. ഇന്ന് ദിവസം മാർച്ച് 28. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നലെ ആയിരുന്നു നമ്മൾ എമ്പുരാൻ റിലീസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ദിവസം ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഇന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അത് നമുക്ക് കിട്ടിയത് തിരുവനന്തപുരം ലുലുവിൽ ഐമാക്സിൽ പോയാണ് നമ്മൾ കാണാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് ഇന്നത്തെ ദിവസം കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് 12:10 ഷോയാണ്. സോ നമ്മൾ ഇന്ന് രാവിലെ ട്രെയിൻ കയറി അവിടെ പോയി കണ്ട് തിരിച്ചു വരാനാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം 7 മണിയായി. ഞാൻ ഇവിടെ റെഡിയായിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അമ്മ ഇതായിട്ട് ഇറങ്ങി വന്നിട്ടില്ല. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഞാനും അമ്മയും മാത്രമല്ല, നമ്മുടെ പശയുണ്ട് നമുക്ക് കൂടെ. അപ്പം പോകുന്നേക്ക് അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് ചേച്ചിയും അലീനൊക്കെ ഉണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ സിനിമയ്ക്കൊക്കെ. ഞാൻ ലിയോയ്ക്ക് ശേഷം ഞാൻ ഇത്രയും എക്സ്പെക്റ്റേഷനോടെ ഇരിക്കുന്ന ഒരു ഫിലിമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് തന്നെ അറിയാമല്ലോ, ഇത്രയും ഹിറ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പം അതിനെല്ലാം ലാലേട്ടൻ്റെ ഒക്കെ കംബാക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ കുറേ നാളുകൊണ്ട് നമ്മളിനി കാത്തിരിക്കുന്നതാണ്. സോ ഇന്നലത്തെ ദിവസമൊന്നും ഞാൻ അങ്ങനെ ഫോൺ അങ്ങനെ നോക്കിയില്ല, സോഷ്യൽ മീഡിയ ഒന്നും കയറിയില്ല, ഇൻസ്റ്റയിലൊന്നും കയറിയില്ല. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നമ്മുടെ എല്ലാം പോകുക. വില്ലൻ ആരാന്നോ വില്ലൻ്റെ എന്തായാലും ഇട്ട് കഴിഞ്ഞാലോ ആ ഇതങ്ങ് പോകും. അപ്പോൾ നമ്മളൊന്നും നോക്കാതൊക്കെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ട് പടം ചിലവർ പറയുന്നത് ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറയുന്നത്. എൻ്റെ കോളേജിൽ തന്നെ 2 പേര് പറഞ്ഞിങ്ങനെ കൊള്ളാമല്ലോ അടിപൊളിയെന്ന്. പക്ഷെ വേറെ 2 പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ആവറേജ് എന്നൊക്കെ അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഇത്. പക്ഷേ അതൊരൊത്തറ ഇതാണല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം. പോയിട്ട് വരാം. അമ്മ ഒന്ന് അമ്മ ഹായ് പറയും. പോവാ, നമുക്ക് പോയല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാർ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറിയിട്ടാണ്. Hey guys, ഞങ്ങളങ്ങനെ ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. സോ നമ്മളിനി ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട്, നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഹലോ, ഹായ് വേറെ. നിന്റെ സിനിമയെ പറ്റിയുള്ളൊരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാണണ്ട എന്നാലും ട്രെയിലറായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കമ്പാക്ക് ഒക്കെ ഉള്ള ലേട്ടൻ്റെ 2 വാക്ക് വേറെ നീ നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മള് ഫോട്ടോ എടുത്തുതരാം, നിനക്ക് എടുത്തുതരാം, വിഷയം ഫോട്ടോ എടുത്തുതരാം. അവിടെ നിൽക്കി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തിയ ഇനി 11:30 12:15 ഷോ. അപ്പം നമ്മളിവിടെ 2 റൗണ്ട് കറങ്ങിയൊക്കെ ആണിത് ഒക്കെ കണ്ടിട്ട് കയറിയ സിനിമയൊക്കെ കണ്ട് നമ്മൾ വരാം കേട്ടോ. ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അറബി കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അടുത്ത് അമ്മ എടുക്കാനായിട്ട് അമ്മ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അറബിയിലൂടെ 2 സെൽഫി എടുത്തിട്ട് വരാം. ഇല്ല, സെൽഫിയാ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ ഞങ്ങളിപ്പം സിനിമ കാണാനായിട്ട് കയറുവാണ്. അപ്പം അതിന് മുമ്പേ ലൂസിഫർ അവൻ്റെ ഫോണിലൊന്ന് കണ്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊക്കെ ഒന്ന് കണ്ട് സമയം പോകും. ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാം എന്നുള്ളത്. ചേച്ചി കാലിന് തൊട്ട് വന്നിട്ടില്ല, അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ അവർ വന്നിട്ട് കയറും. रोई जो कभी रुकता नहीं, वैसे लुब्रिकेंट्स जो हर इंजन को
അങ്ങനെ ഈ മാക്സും അടിച്ചു പോയി ഗൈസ്. സ്ക്രീൻ മൊത്തം പച്ചക്കളറയില്. ഗൈസ് അങ്ങനെ നമ്മള് ഫിലിം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രേറ്റ് ഫിലിം ബ്രോ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫിലിം. ഞാൻ കുറേ നെഗറ്റീവ് റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു ഇതിൻ്റെ. 2-3 പേരൊക്കെ ഇങ്ങനെ പറയുന്ന വലിയ ഇതിൽ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇത് എനിക്ക് തോന്നുന്നു. എന്താ നിനക്ക് എന്തെങ്കിലും തോന്നിയോ? അല്ല നെഗറ്റീവ് ഒക്കെ ചിലവരൊക്കെ പറയുന്ന കേട്ടോ. നിനക്ക് എന്തെങ്കിലും തോന്നിയോ? ഇല്ല, ഓരോ ഷോട്ടും ഇടാനാണെങ്കിലും അടിപൊളിയാണ്. ഓരോ കണ്ണിൻ്റെ തന്നെ കുറേ ഷോട്ടുണ്ട് എടുത്ത് വെച്ചേക്കുന്നത്. പൃഥ്വിരാജൊക്കെ എടുത്ത് വെച്ചെന്നല്ലോ അവനെ. എനിക്ക് വേണ്ടി ഇനി 3 ചെയ്ത് 4-5 വർഷം കഴിഞ്ഞാൽ വരത്തോളായിരിക്കും. എന്നാലും വേണ്ടിയില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ്. അതാണ് അതേപോലെ ലാലേട്ടനൊക്കെ ഉണ്ടല്ലോ, മോനെ എത്ര നാളെ ലാലേട്ടൻ ഒരു പടത്തിന് ഇങ്ങനെ പോയി കൈ അടിച്ചിട്ടൊക്കെ സാറ്റിസ്ഫൈഡ്. വിളിച്ച് എല്ലാവരും പോയി കാണുക. സൂപ്പർ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമ കാണാൻ വന്നത് പൃഥ്വിരാജിന് വേണ്ടിയാണ്. പൃഥ്വിരാജിന് വേണ്ടിയോ? ലാലേട്ടനോ? അല്ല, പൃഥ്വിരാജിനുള്ള ട്രസ്റ്റാണ് നമ്മൾ ഈ സിനിമയ്ക്ക് കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്, നല്ല ഫ്രെയിമാണ്. എല്ലാം കൊണ്ടും പൊളി. എല്ലാം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല, ചിലയിടത്തൊക്കെ ഇച്ചിരി തോന്നി. പക്ഷെ അതൊരു സിനിമയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നെഗറ്റീവ് ഇറങ്ങിയ പോലെ ഒന്നും തോന്നിയില്ല. പലരും ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു, പക്ഷെ അങ്ങനെ തോന്നിയില്ല. ഐ ലവ് ദം.